എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആക്ടിവിറ്റി ഡേ 12 ആണ് അല്ലേ? ആക്ടിവിറ്റി ഡേ 1 മുതൽക്ക് ഡേ 11 വരെ ചെയ്തവര് അത് ചെയ്തു എന്ന് കമന്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തില് ഉണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. അത് മറ്റുള്ളവർക്കൊരു പ്രയോജനപ്രദമാകും, മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആകും. ഓക്കെ, എൻ്റെ പേര് ഷജീല ഹലീമ. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനർ ആണ്, അതുപോലെ തന്നെ ലൈഫ് കോച്ച് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 12ന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് ഡിഫറൻസ്. മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് ഡിഫറൻസ്. നമ്മൾ ഡേ 11 വരെയും നമ്മൾ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനെ കുറിച്ചാണ് അല്ലേ? ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ പീപ്പിൾ ഹൂ മെയ്ഡ് ഡിഫറൻസ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? എല്ലാവർക്കും പൈസ കൊടുത്തോ അല്ലെങ്കിൽ മണി കൊണ്ട് എല്ലാവരെയും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. പകരം നമ്മളെ വാക്കുകൾ കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും നമ്മളെ സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മുടെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമ്മൾ വിചാരിക്കാതെ പോലും നമ്മളെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് സഹായങ്ങൾ ചെയ്തു തരുന്ന ആൾക്കാര്, നമ്മളൊന്ന് തളർന്നു പോകുമ്പോഴേ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 ആൾക്കാര് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള 3 ആൾക്കാരുടെ പേര് ഓർത്തെടുക്കുക. ഓക്കെ, അത് ചിലപ്പോൾ അച്ഛനാകാം, അമ്മയാകാം, ഹസ്ബൻഡ് ആകാം, വൈഫ് ആകാം, കൊളീഗ്സ് ആവാം, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ്, ആരുമാകാം. ഓക്കെ, നിങ്ങൾ ആ 3 വ്യക്തികളുടെ, നിങ്ങൾ ശാന്തമായിട്ട് വളരെ പീസ്ഫുള്ളി ഒരു റൂമിലേക്ക് നിങ്ങൾ പോവുക. ശരിക്കും ആരെയും ശല്യപ്പെടുത്താൻ വരാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയിട്ട് ഈ 3 വ്യക്തികളെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ 3 വ്യക്തികളെ ഓർത്തെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ, അവരെന്തുമാത്രം നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ, എന്തുമാത്രം സഹായങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും അവരോട് ഡയറക്റ്റ്ലി പോയിട്ട് നമ്മളൊരു നന്ദി പറഞ്ഞിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ റൂമിലേക്ക് പോയിട്ട് ഇങ്ങനെ ഈ 3 വ്യക്തികളെയും ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ അതിൽ ഫസ്റ്റ് ആളിനെ നിങ്ങൾ എടുക്കുക. ഫസ്റ്റ് ആളിന്റെ മുഖം നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ ആള് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ആ ആള് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ സഹായങ്ങളും എടുത്തു പറഞ്ഞ് നന്ദി പറയുക. ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഒരു എന്ത് പറയാനാ, നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ എടുത്തു. നിങ്ങൾ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ നന്ദി പറയുക. നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ കൈപിടിച്ചുയർത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സ്ഥാനത്ത് എത്തില്ലായിരുന്നു. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ എന്നെ സഹായിച്ച് എനിക്കിത് ചെയ്തു തന്ന എല്ലാ സഹായങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഓരോന്നായിട്ട് നമ്മൾ എടുത്തു പറയുക. ഒരുപക്ഷെ നിങ്ങൾ എന്നെ അന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു രാജ്യത്ത് ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഞാൻ ഇരിക്കുമായിരുന്നില്ല. പിന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള ഓരോ സഹായങ്ങളും ഓരോന്നും ഇങ്ങനെ എടുത്തെടുത്ത് നമ്മൾ അവരോട് നന്ദി പറയുക. നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും നമ്മൾ നന്ദി പറയുക. ഒരിക്കൽ പോലും അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതിന് നമുക്ക് അവരോട് നമുക്ക് ക്ഷമ ചോദിക്കാം. നമുക്ക് അവരോട് നന്ദി പറയാം. അവർ ചെയ്തു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തു പറഞ്ഞ് അവര് ഭക്ഷണം കഴിക്കാതെ നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ടല്ലേ?
കുട്ടിക്കാലങ്ങളിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോൾ സമയം കിട്ടാത്ത രീതിയിൽ അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് അവര് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു നന്ദി നമ്മള് അവരെ മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്ക് നന്ദി പറയുക. അങ്ങനെ നിങ്ങള് 3 വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ട് ആ 3 പേരോടും നമ്മുടെ ജീവിതത്തില് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സഹായങ്ങൾക്ക് നന്ദി പറയുക. ഓരോന്നായിട്ട് പറയുക. ആ നന്ദി പറയുന്നതിലൂടെ നമ്മുടെ ജീവിതത്തില് വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകും. വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാവും. പിന്നെയും പിന്നെയും നമ്മളോട് കടപ്പാടുള്ള അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ സഹായിക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരുപാട് നല്ല നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാരെ നമ്മളിലേക്ക് കൊണ്ടുതരും പ്രപഞ്ചശക്തി. അതാണ് അതിന്റെ ഒരു എന്താ പറയാ സീക്രട്ട് അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 100 പേര് ഒരു 3 പേർക്ക് നമ്മൾ ഇന്ന് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു 6 പേരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് പ്രപഞ്ചശക്തി എത്തിച്ചു തരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. നമ്മൾ ചുറ്റും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചെറുതോ വലുതോ ആവട്ടെ എന്ത് സഹായം നമുക്ക് ചെയ്തു തന്നാലും അത് നമ്മൾ നന്ദിയോടെ സ്മരിക്കുക എപ്പോഴും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഡേ 12ന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ നമ്മളെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെ മനസ്സിൽ ഓർത്തെടുത്ത് നമ്മൾ അവര് ചെയ്തു തന്ന ഓരോ കാര്യത്തിനും നന്ദി പറയുക. ഇനി നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്, ചിലപ്പം ആരെങ്കിലും ഒക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ എങ്കിൽ നിങ്ങൾക്കൊരു ബുക്ക് എടുത്ത് നിങ്ങൾക്ക് എഴുതാം. മനസ്സിലായില്ലേ? അതാരും കാണില്ലല്ലോ, അപ്പൊ നമുക്ക് കേൾക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതി വേണമെങ്കിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് ഡേ 13 പ്രാക്ടീസുമായി മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ. ബൈ.